തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ ദേശീയപാത അതോറിറ്റിക്കും മൃഗക്ഷേമ ബോർഡും നടപടിക്രമങ്ങൾ രൂപീകരിച്ചെന്ന അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ. തെരുവുനായ ശല്യമുള്ള സ്ഥലങ്ങളുടെ പട്ടിക സംസ്ഥാനങ്ങൾക്ക് കൈമാറി. തെരുവുനായകളെ പാർപ്പിക്കാനുള്ള ഇടമുണ്ടാക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. പാർപ്പിക്കാൻ കേന്ദ്രങ്ങളില്ല എങ്കിൽ നായ്ക്കളെ തെരുവിൽ നിന്ന് മാറ്റാനാകില്ല എന്നും അമിക്കസ് ക്യൂറി അറിയിച്ചു. നായ്ക്കളെ കേന്ദ്രങ്ങളിൽ തീറ്റിപ്പോറ്റുന്നത് കനത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്ന് കപിൽ സിബലും പറഞ്ഞു. കടിക്കരുതെന്ന നായ്ക്കൾക്ക് കൗൺസിലിംഗ് മാത്രമേ ഇനി നൽകാൻ ബാക്കിയുള്ളൂ എന്ന് ബെഞ്ച് പരിഹസിച്ചു. ബി ധനുസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനുസുമോദ്, ഈ വാർത്തയുടെ വിശദാംശം എന്താണ്? ഇത് തെരുവുനായ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി സ്വമേധയാ എടുത്ത ഹർജിയിലെ വാദങ്ങളാണ് നടന്നത്. ഒരു ഭാഗത്ത് മൃഗസ്നേഹികളുടെ സംഘടനകളും മറുഭാഗത്ത് കടിയേറ്റവരും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയായിരുന്നു പരിഗണിച്ചിരുന്നത്. ഈ മൃഗസ്നേഹികൾക്ക് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബൽ അടക്കമുള്ള കെ വേണുഗോപാൽ അടക്കമുള്ള അഭിഭാഷകരാണ് ഹാജരായത്. അവർ ചൂണ്ടിക്കാണിച്ചത് ഈ സുപ്രീം കോടതിയുടെ ഈ തരത്തിലുള്ള നിരീക്ഷണം പോലെ ഒരു കാരണവശാലും ഈ നായ്ക്കളെ പിടികൂടി ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റാൻ കഴിയില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു നായയെ പിടികൂടി മാറ്റിക്കഴിയുമ്പോൾ ആ ഭാഗത്ത് തന്നെ അടുത്ത നായ വരും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ ഈ കടിയേറ്റവർ നേരത്തെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഒരു സാബു സ്റ്റീഫൻ, അദ്ദേഹം ഓൺലൈനിൽ ഹാജരായി ഹർജിക്കാരൻ തന്നെയായിരുന്നു. ഹാജരായതിനു ശേഷം ഒരു കടിയേറ്റ് വികൃതമായ ഒരു ചിത്രമായിരുന്നു ഉയർത്തിക്കട്ടിയത്. മറ്റൊരു അഭിഭാഷകൻ പറഞ്ഞത് തൻ്റെ മകൾക്ക് കടിയേറ്റു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കേസ് പരിഗണിച്ചിരുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ തന്നെ പറയുന്നത് രാജസ്ഥാനിലെ ഒരു ജഡ്ജിക്ക് കടിയേറ്റിട്ടുണ്ട്, മറ്റൊരു ജഡ്ജിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ്. പക്ഷേ ഈ മൃഗസ്നേഹികളുടെ സംഘടന വീണ്ടും ഇത്തരത്തിലുള്ള ഒരു മൃഗസംരക്ഷണവും നായ്ക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോയപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു പരിഹാസം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നായ്ക്കൾക്ക് നേരിട്ട് കൗൺസിൽ കൊടുക്കേണ്ടി വരും, മനുഷ്യരെ കടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ തരത്തിലാണ് ഈ സമയത്താണ് അമിക്കസ് ക്യൂറി ഇടപെടുന്നത്. കാര്യം ഈ റോഡുകളിലും പൊതുസ്ഥലങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ പിടിച്ചു മാറ്റണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. മാത്രമല്ല വാഹന അപകടങ്ങൾ നിരന്തരം ഈ നായ്ക്കൾ കടി മാത്രമല്ല ഈ നായ്ക്കളുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് നിരന്തരം അപകടമുണ്ടാകുകയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഇരുഭാഗങ്ങളും കമ്പോട് കമ്പ് വാദങ്ങൾ നിരത്തുകയായിരുന്നു. വാദം ഇന്ന് ഉച്ചയോടെ പൂർത്തിയായിരിക്കുകയാണ്. വാദം നാളെയും തുടരും.